ബാനറും പ്ലക്കാർഡുമായി ഗവർണറെ വരവേറ്റ എസ്എഫ്ഐക്കാർക്കു നേരെ വണ്ടി നിർത്തി പാഞ്ഞെടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. താൻ വരുന്നതിന് മുമ്പ് എസ്എഫ്ഐക്കാരെ കസ്റ്റഡിയിലെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് ഗവർണർ പോലീസിന് നേരെ കയർക്കുകയാണ് ചെയ്തത്. വണ്ടിയിൽ തിരികെ കയറാതെ ഗവർണർ സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ചു. സ്ഥലത്തുള്ള ചായക്കടയിൽ നിന്ന് ഒരു കസേര വാങ്ങിയാണ് ഗവർണർ ഇരുന്നത്. ഗവർണർ പോലീസിൻ്റെ അനുനയത്തിൽ വഴങ്ങുന്നില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ഗവർണർ. ഇതിനിടയിലാണ് എസ്എഫ്ഐ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. ഇതിനകം തന്നെ എസ്എഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കാറിൽ കയറാൻ അഭ്യർത്ഥിച്ച പോലീസ് ഉദ്യോഗസ്ഥനോട് "നോ, ഐ വിൽ നോട്ട് ഗോ, യു ആർ ഗിവിംഗ് പ്രൊട്ടക്ഷൻ ഹിയർ" എന്ന് കയർക്കുകയാണ് ഗവർണർ. പോലീസ് തന്നെ നിയമം ലംഘിച്ചാൽ പിന്നെ ആരാണ് നിയമം ഉയർത്തിപ്പിടിക്കുക എന്ന് അദ്ദേഹം ചോദിച്ചു. റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേന്ന് മുതൽ സംസ്ഥാന സർക്കാരുമായി നടന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ വന്നിരിക്കുന്നത്. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാതെ ഗവർണർ സ്ഥലം വിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിനുള്ള മറുപടിയെന്നോണം ഗവർണറുടെ ചായ സൽക്കാരത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പങ്കെടുത്തിരുന്നില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതിനിടയിൽ വൈസ് ചാൻസലർമാരെ പുറത്താക്കാനുള്ള ഗവർണറുടെ നീക്കങ്ങളും സജീവമായി പുരോഗമിക്കുന്നുണ്ട്. ഇത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ്. ഗവർണറെ വരുതിക്ക് നിർത്തണമെന്നാണ് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാനെ മനസ്സിലായിട്ടില്ലെന്നേ തനിക്ക് പറയാനുള്ളൂ എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ഗവർണറെ ഗുണ്ടകളെ കൊണ്ട് നേരിടുന്ന സ്ഥിതിയിലേക്ക് പോലീസ് എത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. എസ്എഫ്ഐക്കാരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തത് നീക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഗവർണറുടെ വഴി മാറ്റണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.